നമ്മളിവിടെ ഇപ്പോൾ വന്നത് ഈ സേമിയന്റെ പുഡിങ് വേണ്ടിയാണ്. കുനാഫ പുഡിങ്. ആ പുഡിങ്ങിന് വേണ്ട സാധനങ്ങൾ ഈ സേമിയ. സേമിയ വേണം, പാല് വേണം, കോൺഫ്ലവർ, ഇതാണ് ഇതല്ലേ കസ്റ്റർഡ് പൗഡർ, പഞ്ചസാര പൊടിച്ചത്, പാൽപ്പൊടി, പിന്നെ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ കുനാഫ പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ എന്നാ പിന്നെ നമുക്ക് തുടങ്ങല്ലേ? ആയിക്കോട്ടെ. ആദ്യം ഈ സേമിയയിലോ ആവശ്യത്തിലുള്ള ഫുള്ളും ഇത് ചെറുതായിട്ട് നുറുക്കി ചെറുതായിട്ട് എടുക്കാം, പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിച്ചാൽ നല്ലോണം പൊടിക്കാം. ആദ്യം കൊണ്ടാണ് നിങ്ങളേതാ എല്ലാം പൊടിച്ച് നല്ലോണം പൊടിക്കാം. ഇങ്ങനെ പൊടിച്ചിട്ട് നേര് സേമിയ ആയിരിക്കണേ, നല്ല നേര് സേമിയ ഉണ്ട്. അതുപോലെ പൊടി പോലെ. ഇതിലേക്ക് ഇപ്പൊ നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ച് 2 സ്പൂൺ കൊടുക്കാം. പിന്നെ പാൽപ്പൊടി മീഡിയം കാണുക, പാൽപ്പൊടി ഇതൊരു 2 സ്പൂൺ. പിന്നെ എന്താണ് കോൺഫ്ലവർ, പിന്നെ ഒരു 2 സ്പൂൺ നെയ്യ്. നല്ലോണം മിക്സ് ചെയ്യാം. നമ്മളെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ സ്പൂണിലെന്ത് സ്പൂണൊക്കെ ഇപ്പം വന്നത്. പണ്ട് കാലത്ത് കൈ കൊണ്ട് തന്നെ നമ്മളെല്ലാം ചെയ്യല്. ഇവിടെ ആ സ്പൂണെല്ലാം വന്നത്. പിന്നെ കാല് കൊണ്ടാ ചെയ്യാം അല്ലേ? അല്ല കൈ കൊണ്ട് ഇത് ഇങ്ങനത്തെ ചെയ്താൽ തന്നെ എൻ്റെ അടുത്ത് വാങ്ങും. ഇതിന് നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഒരു അടുപ്പ് കത്തിക്കാം. 3 അടുപ്പുണ്ട്, 1 കത്തിക്കല്ലേ? വയസ്സായി കുഞ്ഞാണ് പാത്രം വെക്കാം. നമുക്കിത് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ പാനിലിട്ട് നല്ലൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് അത്ര കൂടുതൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. എല്ലാം മിക്സ് ആകാതെ പാൽപ്പൊടിയും പഞ്ചസാരയും നെയ്യെല്ലാം കൂടി സേമിയയും മിക്സ് ആകാതെ വറുത്തെടുക്കാം. ഉണ്ടാക്കാം, വറുത്തെടുക്കാം. നല്ലവണ്ണം വറുത്ത് മാറ്റി നമുക്കിത് മാറ്റി വരാൻ. തീ ഓഫാക്കി ഇത് ഞാനിവിടെ മാറ്റി ഇതിന് പാല് നമുക്ക് ചൂടാക്കാം. ആ പാല് ഞാൻ കുറച്ച് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ കസ്റ്റർഡ് പൊടിയും 2 സ്പൂൺ കസ്റ്റർഡ് പൊടിയിട്ട് 2 സ്പൂൺ കോൺഫ്ലവർ കലക്കാം. നല്ലോണം മിക്സ് ചെയ്യാം.
മലയാളം ഇംഗ്ലീഷ് എല്ലാം That is Manglish. Yeah. പൊടിച്ച പഞ്ചസാര പൊടിച്ച പിന്നെന്തിനാ പഞ്ചസാര പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് കസ്റ്റാർഡ് പൊടി കോൺഫ്ലവറും ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ചൂടായി വരുന്നു. നക്കി തിന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ എളുപ്പമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. സേമിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡിങ്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുട്ടികൾക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെയേക്കാൾ കാത്തു നിൽക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ കാത്തു. വയസ്സായില്ലേ അപ്പൊ മധുരത്തിനോട് ഭയങ്കര ഇങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോഴേ തിന്നാൻ കിട്ടുള്ളൂ. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കസ്റ്റാർഡ് പൊടിയും എല്ലാം കൂടി കട്ടിയായി. കസ്റ്റാർഡ് പാലും കോൺഫ്ലവറും എല്ലാം കൂടിയിട്ടുള്ള എന്താ റെഡിയായി. ഇതേ ഇതിൽ മണം കിട്ടാൻ ഇതുപോലെ തീ ഓഫാക്കാൻ. ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യണം? ഫുഡിങ്ങിന്റെ ഈ നമ്മളിത് ഒഴിക്കുന്ന ആ പാത്രത്തിൽ ചെയ്ത് സേമിയ ഇതിലേക്ക് ഇട്ട് വെക്കാം. നല്ല അമർത്തി പ്രസ്സാക്കി കൊടുക്കണം. ഇങ്ങനെ പ്രസ്സായതിനു ശേഷം നമ്മൾ ഈ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളെല്ലാം താഴ്ന്ന സേമിയ കാണാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ സേമിയ ഇട്ട് കൊടുക്കാം. കയ്യിലല്ലേ അത് ശരിയാവൂല്ലേ? കയ്യല്ലാതെ സ്പൂണാകട്ടെ. ഒരു ലെയർ ഇത് സേമിയ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഈ മിക്സ് പൗഡർ അല്ല, കസ്റ്റാർഡ് മിൽക്കാണ്. കസ്റ്റാർഡ് മിൽക്ക് രണ്ടിന് പറയാനറിയില്ല. ഫുള്ള് ഇതിന്റെ മേലെ ഇനി അടുത്ത ആ സേമിയ കൂടി ഇതിന്റെ മേലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം.
പരിപ്പും ശേഷം നമ്മുടെ സദ്യ റെഡിയായി. സെറ്റായി. ഇവിടെ സെറ്റായി. ഇത് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ചൂട് തടഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ എന്താ പറയാ കുനാഫ കുനാഫ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. പക്കാണ് പവറാണ്. ഒന്നും ചെയ്യാനില്ല. ഫ്രിഡ്ജ് കയറ്റാ പിടിച്ചോ. അപ്പൊ ഗായ്സ് നമ്മളെ കുനാഫ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഗായ്സ് നമ്മളെ റെഡിയായി. നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ് ഗായ്സ്. നല്ല മധുരമുള്ള പുഡിംഗ്. പുഡിംഗ് മധുരമുള്ള പുഡിംഗ് ആണ്. മധുരമുള്ള പുഡിംഗ് ഉണ്ടാക്കാം. നമുക്ക് ട്രയൽ ഞാൻ നോക്കാം. ടേസ്റ്റ് നോക്കാം. ഗായ്സ് നല്ല ടേസ്റ്റ് ഉള്ള പുഡിംഗ്. അപ്പൊ അതേപോലെ അതേപോലെ നിങ്ങളും ഉണ്ടാക്കി ട്രൈ ചെയ്യാം. ടേസ്റ്റ് ഒക്കെ ഏറ്റ സാധനമാണ്. നല്ല മധുരമുള്ള ഒരു പുഡിംഗ് നിങ്ങൾ ഉണ്ടാക്കി ഇതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാ, ഇന്നത്തെ വീഡിയോ ഇത്ര ഷെയർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ് ചെയ്യുക. മറന്നു പോകാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത വീഡിയോക്ക് വരുമ്പോഴേക്കും ബൈ.